ഹായ് ഓൾ, ഞാൻ ആന്റണി സ്റ്റീഫൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഫോട്ടോഷോപ്പിന്റെ ഒരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ്. ഞാൻ പലപ്പോഴും പല ക്ലയൻസിന്റെ അടുത്ത് നിന്നായിട്ടും കേട്ടിട്ടുള്ളൊരു കാര്യമായിരുന്നു, ആ ഒരു ഫോട്ടോ ഇത്തിരി തിരിക്കാമോ, ഇത്തിരി ഇടത്തേക്ക് തിരിക്കാമോ, ഇത്തിരി വലത്തേക്ക് തിരിക്കാമോ എന്നൊക്കെ. അപ്പൊ ഞാൻ അവരോടൊക്കെ പറയുന്നത്, ചേട്ടാ ഇത് ഫോട്ടോഷോപ്പാണ്, ഇത് 2D ആണ്, ഇതിലങ്ങനെ 3D പോലെ തിരിക്കാനൊന്നും പറ്റില്ല. ഒരു ഫോട്ടോ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെയാണ് അത് വെക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറയായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ പറയേണ്ടി വരില്ല എന്നുള്ളതാണ് സത്യം. ഫോട്ടോഷോപ്പിന്റെ പുതിയ ബീറ്റ വെർഷനിൽ ഇപ്പം ഇമേജ് 3D ആക്കാനുള്ള, ഇമേജ് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. ഞാനത് ഇന്നലെ ആണ് കണ്ടത്. എനിക്കത് ഇത് ഇപ്പം ഇറങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ ഞാൻ ഇന്നലെയാണ് കണ്ടത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് ഈ പുതിയ അപ്ഡേറ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാവേ. എൻ്റെ തന്നെ ഒരു കാറിന്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തതാണ്. അത് നമുക്ക് ഈ റോഡിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇതിനെ ആദ്യം ഈ സബ്ജക്റ്റിനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെയുള്ള എക്സിക്യൂട്ടീവിന്റെ ഇമേജും കൂടെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പൊ അത് ഞാനൊന്ന് ഡീസെലക്ട് ചെയ്യുവാണ്. ഓക്കെ, മാസ്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഫയലിലോട്ട് വലിച്ചിടാം കേട്ടോ. നമ്മൾ നോർമലായിട്ട് വെക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഈ ഇമേജ് ഇവിടെ വരിക. ഒരിക്കലും ഇത് മാച്ചാവില്ല. അപ്പൊ നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ വരുമ്പം ഇതിന് ഒന്നുകിൽ കാറിന് മാച്ചാവുന്ന ബാക്ക്ഗ്രൗണ്ട് എടുക്കും, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിന് മാച്ചാവുന്ന കാർ എടുക്കും. പക്ഷെ നമുക്ക് ഈ കാർ തന്നെ ഇവിടെ മാച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പുതിയ ഇതിന്റെ ഗുണം. ഇതിൽ നമ്മൾ നോർമലായിട്ട് ട്രാൻസ്ഫോം സെലക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ഈ കോണ്ടെക്സ്റ്റൽ ടാസ്ക് ബാറിൽ ഒരു റൊട്ടേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ പ്രോഗ്രാമും കൂടെ വന്നിട്ടുണ്ട്. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇമേജ് കിട്ടി കേട്ടോ. ഇത് ഭയങ്കര ലോ ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അത് പെയിന്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് നമുക്കിപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഒറിജിനൽ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും. നമുക്ക് ചെയ്യാവുന്നത് ഇതിനകത്ത് ഓപ്ഷൻസ്, ഇത് 3D പോലെ ഇങ്ങനെ തിരിക്കാം, മുകളിലേക്കും താഴേക്കും ടിൽറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തിരിക്കാം. നോക്കൂ, എന്താലേ. അതുപോലെ തന്നെ ഇതില് ക്യാമറ ലെൻസിനനുസരിച്ചുള്ള ഡിസ്ട്രോഷനും കൂടെ കൊടുക്കാവുന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഇനി ഇത്രയും കൂടി ഇങ്ങോട്ട് തിരിക്കുന്നുണ്ട്, ഇതായിരിക്കും ഇത്രയും കൂടി. ഇനി നമുക്ക് ഡൺ കൊടുത്തു നോക്കാം എന്താ വന്നെന്ന് അറിയാലോ. കൊള്ളാവല്ലേ, എന്താല്ലേ. ഇതൊക്കെ കുറെ നാൾ മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം ചെയ്യാമായിരുന്നു എന്നാണ് ഇപ്പൊ ആലോചിക്കുന്നത്. അപ്പൊ ഇത് ഈ ആംഗിൾ ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഹാർമണൈസ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. അതിനായിട്ട് ഈ ഹാർമണൈസ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്തു. 3 ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. സെക്കൻഡ് അത്ര നന്നായിട്ട് തോന്നുന്നില്ല. ഫസ്റ്റും തേർഡ് ഓപ്ഷനാണ് എനിക്ക് നന്നായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് ഏതാണ് നന്നായിട്ട് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ഇത്രയും കൂടി, ഇനി നമ്മൾ ഇത്രയും കൂടി കോൺട്രാസ്റ്റ് ഒക്കെ കൊടുത്ത് ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് ഗ്രേഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഫോട്ടോഷോപ്പ് ഈ അടുത്ത് നടത്തിയ അപ്ഡേറ്റ്സിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു അപ്ഡേറ്റ് ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. ഈ ഇമേജിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഈ ഇമേജിൽ വന്നിട്ടുണ്ട്. അതായത് ഈ കാറിന്റെ ഷേപ്പിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എന്തായാലും വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചറിൽ കുറേ കൂടെ അഡ്വാൻസ്ഡ് വെർഷനിൽ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നന്നാവുമായിരിക്കും. ഇത് തുടക്കം മാത്രമാണല്ലോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ഇതുവരെ അറിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്യുക. ഇത് ഫോട്ടോഷോപ്പിന്റെ 2026 വെർഷനിൽ ഇല്ല, ബീറ്റ വെർഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് ഓപ്പൺ ആക്കി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നതല്ല.
ഓരോ റൊട്ടേറ്റിനും 20 ക്രെഡിറ്റ്സ് വെച്ചിട്ട് പോകുന്നുണ്ട്. അപ്പം സൂക്ഷിച്ചും കണ്ടും പെരുമാറുക. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സും പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനി ഈ ചാനലിൽ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക, താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി. ബൈ.